അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ മിഷൻസിൻ്റെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 19ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആക്ട്സ് ചാപ്റ്റർ 17, 17ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്നുള്ളൊരു തലക്കെട്ട് വിശ്വാസികൾക്ക് കൊടുത്തത് നമ്മൾ ഇന്ന് വായിക്കുകയാണ്. ലോകത്തെ കീഴ്മേൽ മറിച്ചവർ, അതായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രത്യേകത. അവൻ എവിടെ ചെന്നാലും ലോകത്തെ കീഴ്മേൽ മറിക്കണം. രണ്ട്, ഹൗ ഡു വി ടേക്ക് ജീസസ് ടു ദ മാർക്കറ്റ് പ്ലേസ്? നമ്മുടെ സാധാരണമായ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജോലി സ്ഥലത്ത് എങ്ങനെ സുവിശേഷം നമുക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ളത് പൗലോസിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഈവൻ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യവും അനേകർ ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കർത്താവിനെ അത്ര താല്പര്യമില്ലാത്ത, സുവിശേഷത്തോട് താല്പര്യമില്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ ഞാൻ കർത്താവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കും? അത് അവസാനം വരെ നിങ്ങൾ നിന്നാൽ അതിനൊരു നല്ലൊരു ഔട്ട്ലൈനോടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് കാണാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇന്ന് രാത്രി പൂനെക്ക് പോവുകയാണ്. പൂനെയിൽ ഒരു കൺവെൻഷൻ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പാതിരാത്രിയിലാണ് ഫ്ലൈറ്റ്. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ 3 മീറ്റിംഗ് ഉണ്ട്. അപ്പം നാളെ രാവിലെ തൊട്ട് രാത്രി വരെ പ്രസംഗിക്കണം. പിന്നെ തിങ്കൾ ചൊവ്വ ബുധനും അവിടെ രാത്രി പ്രസംഗിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ അടുപ്പിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്താണെന്ന് അറിയില്ല, ബ്രെയിൻ ഫോഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഈ പ്രായമുള്ളവരെ പോലെ പെട്ടെന്ന് എനിക്ക് കാര്യങ്ങളൊന്നും തലയ്ക്കകത്ത് നിൽക്കുന്നില്ല. നിങ്ങൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഒരുപാട് ഈ പ്രസംഗിച്ച് നടക്കുമ്പോഴും ഒരുപാട് യാത്ര ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓവറോൾ നമ്മുടെ ഒരു ഇതിനകത്തൊരു ക്ഷീണം വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. ഇതുവരെയുള്ള മീറ്റിങ്സൊക്കെ കർത്താവിൻ്റെ കൃപയാൽ നല്ലതുപോലെ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വ്യാഴാഴ്ച വരെ ഞാൻ പൂനെയിൽ കാണും. കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എന്നാൽ അടുത്ത ശനിയാഴ്ച ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും കൂടും. ഓക്കെ, ലോകത്തെ കീഴ്മേൽ മറിച്ചത്. അപ്പോൾ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതുപോലല്ല ഇന്ന് ലോകം ഇരിക്കുന്നത്. തല തിരിഞ്ഞാണ്. കാരണം എന്നാ, പാപം ഈ ലോകത്തെ തലതിരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എന്ത് നോക്കിയാലും തലതിരിഞ്ഞിരിക്കുന്ന ലോകം, അല്ലേ? പത്രം വായിച്ച് നോക്കിയാൽ അറിയാം, എല്ലാം തലതിരിഞ്ഞിരിക്കുക. എല്ലാ കാര്യം, ശരി തെറ്റും, തെറ്റ് ശരിയും. ഇതുവരെ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? തിരിഞ്ഞ ലോകം, എല്ലാ കാര്യത്തിലും തലതിരിഞ്ഞ്. അതുകൊണ്ടാണ് വിവാഹത്തിൽ പോലും തെറ്റ് ശരിയും ശരി തെറ്റുമായി തലതിരിഞ്ഞിരിക്കുന്ന ലോകം. അപ്പോൾ ഈ തലതിരിഞ്ഞ ലോകത്ത് സുവിശേഷം യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നവർ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കും. എന്നാൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തലതിരിഞ്ഞ ലോകം നേരെ നിൽക്കും, അല്ലേ? സോ ദ അപ്സൈഡ് ഡൗൺ വേൾഡ് വിൽ ബി ടേൺ റൈറ്റ് സൈഡ് അപ്പ്. അതാണ് സംഭവിക്കുന്നത്. തലതിരിഞ്ഞിരിക്കുന്ന ലോകം. അപ്പോൾ പൗലോസിനോട് വന്ന് നിങ്ങൾ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറയുന്നത് ഈ ലോകത്തെ നേരെയാക്കി എന്നാണ് പറയുന്നത്. ലോകം നോക്കുമ്പോൾ നമ്മൾ തല തിരിഞ്ഞ് നടക്കുന്നവരാണ്, അല്ലെങ്കിൽ തല തിരിക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്നൊക്കെ അവർ ചിന്തിച്ചാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ലോകത്തെ നേരെയുള്ള പാതയിൽ നടത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? ഇപ്പോൾ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര, 15ാമത്തെ അധ്യായം മുതൽ 18ാമത്തെ അധ്യായം, ആ ഭാഗത്തിലാണ് നമ്മളിപ്പോൾ. പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര. പെട്ടെന്നൊന്ന് നോക്കിയേ, എവിടെ നിന്ന് തുടങ്ങി? യെരുശലേം കൗൺസിൽ, അന്ത്യോക്യം തിരിച്ച് യെരുശലേം കൗൺസിൽ, പിന്നെ ദുർബ, പിന്നെ ലൂസ്ത്ര, പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ എവിടം വരെ എത്തി? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫിലിപ്പിയയിലാണ് വന്ന് ചേർന്നത്. ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫിലിപ്പിയയിലാണ് വന്ന് നിന്നത്. ഫിലിപ്പിയയിലെ മെയിൻ കഥാപാത്രം ആരാണ്? ലുദിയാണ് അവിടുത്തെ മെയിൻ കഥാപാത്രം. അപ്പം അവിടുന്ന് നിയോപോളിസിൽ നിന്ന് ഫിലിപ്പിയിൽ നിന്ന് പിന്നെ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു ഭാഗമാണ്. എങ്ങനെയാണ് പിന്നെ പോകുന്നത്? ഈ ഫിലിപ്പിയിൽ നിന്ന് ആംഫിപ്പോലിസ്, അപ്പൊളോണിയ, പിന്നെ തെസലോനിക്കയിൽ എത്തുന്ന പൗലോസ്. തെസലോനിക്കയിൽ നിന്ന് ബെറിയ, പിന്നെ ബെറിയയിൽ നിന്ന് ഏഥൻസ്,
അഥന്യ. അവിടെ വരെയാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ പഠിത്തം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് പൗലോസ് ശീലാസ് മുന്നോട്ട് പോകുന്നു. ഇന്ന് നേരെ എത്തുന്നത് തെസലോനിക്കയിലാണ്. ഓക്കെ, 17-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ. ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സസ് 1 to 9. അവർ അംഫിപോലിസിലും അപ്പൊലോനിയയിലും കൂടെ കടന്ന് തെസലോനിക്കയിൽ എത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കിട്ട് നടന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചു കൊണ്ടുവന്നു. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. കലഹിപ്പിച്ചവർ എന്ന് പറയുന്നത് കീഴ്മേൽ മറിച്ചു എന്നാണ് അതിൻ്റെ യഥാർത്ഥ പദം. യാസോൻ അവരെ കൈക്കൊണ്ടും ഇരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങളെ പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. പിന്നെ യാസോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എവിടുന്ന് വന്നു നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിൻ്റെ മക്കളെ കൈക്കൊണ്ടു. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷ ഫിലിപ്പിയയിൽ വലിയ കലഹമുണ്ടായി. അവിടെ അടിച്ച് എല്ലൊടിച്ച് റെഡിയാക്കി, ചതച്ച് ഒടിച്ച് റെഡിയാക്കി പുറത്തയച്ചു. അവിടുന്ന് എഴുന്നേറ്റ് നേരെ വരുന്ന എങ്ങോട്ടാ? തെസലോനിക്കയിലേക്കാണ്. തെസലോനിക്ക വന്നിട്ട് അവിടെ വന്നും പിന്നെയും പ്രസംഗിച്ചുകൊണ്ട്. അപ്പം നമ്മളിവിടെ കാണുന്നൊരു കാര്യം, പൗലോസ്, ശീലാസ്, തിമത്തിയോസ് ഇവരുടെ ഈ യാത്രയിൽ എവിടെ ചെന്നാലും സുവിശേഷം പ്രസംഗിക്കുന്നു. എവിടെ ചെന്നാലും സുവിശേഷ ആളുകൾ കൈക്കൊള്ളുന്നു. അതുപോലെ തന്നെ അനേകർ ഇതിനെ എതിർക്കുന്നു. ഇതൊരു സാധാരണ കാര്യമാണ്. എന്നാൽ എത്രമാത്രം ഇവർക്ക് പ്രതിസന്ധി വന്നാലും ഇവരുടെ ധൈര്യത്തിന് ഒരു ശകലം പോലും കുറവില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദ ബോൾഡ്നെസ് ഓഫ് ദ ക്രിസ്ത്യൻ. എവിടെ ചെന്നാലും ധൈര്യത്തിന് ഒരു കുറവില്ല, പ്രസംഗിച്ചേ തീരൂ. അപ്പോൾ ഇവിടുന്ന് തെസലോനിക്ക വരുന്നത്, തെസലോനിക്ക എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ മക്കദോനിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സിറ്റി ആയിരുന്നു. മക്കദോനിയയുടെ തലസ്ഥാനവും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സിറ്റിയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപ്പൻ അല്ലെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപ്പൻ്റെ ഏത് ഒരു സേനാധിപനായിരിക്കും ഇത് സ്ഥാപിച്ചത് എന്ന് പറയുന്നത്. ഇന്നത്തെ ഗ്രീസാണ്. ഇന്നത്തെ തെസലോനിക്കി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ തെസലോനിക്ക. പിന്നെ പതിവ് പോലെ എവിടാണ് തുടങ്ങുന്നത്? സിനഗോഗിലാണ് പ്രസംഗം തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ പൗലോസിൻ്റെ ഒരു മോഡൽ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ജനം എങ്ങനെയെങ്കിലും കർത്താവിനെ അറിഞ്ഞേ തീരൂ. ഞാൻ ലോകത്തിൻ്റെ അറ്റത്തോളം ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും എൻ്റെ ജനം ആദ്യം ക്രിസ്തുവിനെ അറിയണം. അപ്പോൾ സിനഗോഗിലുള്ളവൻ അടിച്ചാലും പുറത്താക്കിയാലും പൗലോസ് പിന്നെയും ചെല്ലും. എന്തിനു വേണ്ടിയാ? എങ്ങനെയെങ്കിലും യഹൂദൻ ക്രിസ്തുവിനെ അറിഞ്ഞേ തീരൂ. നല്ലൊരു മോഡലാണ് പ്രിയമുള്ളവരെ. നമ്മൾ എവിടെ ചെന്ന് പ്രസംഗിക്കുന്നുവെങ്കിലും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് അതൊരിക്കലും കൈവിടരുത്. ഒരു പക്ഷെങ്കിൽ നമ്മളെ അവർ കൈക്കൊള്ളുന്നതിലായിരിക്കും. നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ഒരു കൾച്ചറുണ്ട്. കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സഭയുണ്ട്. കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇവരോടുള്ള നീതി നമ്മൾ പുലർത്തണം. ലോകത്തെല്ലായിടം ചെന്ന് പ്രസംഗിച്ചയച്ച് ലോക്കലായിട്ട് പ്രസംഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും. എന്നാൽ പൗലോസിൻ്റെ നല്ലൊരു മാതൃകയാണ്. എവിടെ ചെന്നാലും ആദ്യം സിനഗോഗിൽ ചെന്ന് പ്രസംഗിക്കുന്നു. ആ സിനഗോഗിൻ്റെ പ്രത്യേകത, സിനഗോഗിൽ ചെല്ലുമ്പോൾ എപ്പോഴും യഹൂദൻ മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടർ യവനരുമുണ്ട്. അവർ കർത്താവിനെ സ്നേഹിക്കുന്നോ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരല്ല, പക്ഷെങ്കിൽ കർത്താവിനെ ഭയപ്പെടുന്ന ഒരു കൂട്ടർ. അവരാണ് ശമരിയയിൽ ഉണ്ടായിരുന്നത് പോലെ കർത്താവിൻ്റെ വചനം കൈക്കൊള്ളാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടർ. അവരെക്കുറിച്ച് പറയുന്നതാണ് എന്താണ്? ഇവർ ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചു. ലോകത്തെ കീഴ്മേൽ മറിച്ചു. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മളൊരു സ്ഥലത്ത് ഈ ശിഷ്യന്മാരുടെ ജീവിതം ഒന്ന് നോക്കുക. അവരാദ്യം ചെല്ലുന്നു ഒരു സ്ഥലത്ത്. അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. ഭയങ്കര കലഹം ഉണ്ടാകുന്നു. അവരെ അടിച്ച്
പട്ടണത്തിന് പുറത്താക്കുന്നു. പിന്നെ അവർ അവിടുന്ന് എഴുന്നേറ്റ് പൊടിയും തെറ്റി എഴുന്നേറ്റ് വേറൊരു സ്ഥലത്ത് പോകുന്നു. പിന്നെയും കലഹം ഉണ്ടാകുന്നു. അനേകർ കർത്താവിൽ വിശ്വസിക്കുന്നു. അവരെ അടിച്ചോടിച്ച് അവരെ പുറത്താക്കുന്നു. അവർ പൊടിയും തെറ്റി പിന്നെ അടുത്ത പട്ടണത്തിലേക്ക് പോകുന്നു. എവിടെ ചെന്നാലും ഒരനക്കം, ഒരു കലഹം ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മളെ പല സ്ഥലങ്ങളിൽ വിടുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് പോയി, ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോയി, വേറൊരു പട്ടണത്തിൽ ചെന്നു, ജോലി അന്വേഷിച്ച് വേറൊരു രാജ്യത്ത് ചെന്നു. നമ്മൾ പോകുന്നിടത്ത് എന്തെങ്കിലും അനക്കമുണ്ടോ? എന്തെങ്കിലും അനക്കമുണ്ടോ? ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും അനക്കമുണ്ടോ? ഇവിടെ ചെല്ലുന്നിടത്തെല്ലാം ഭയങ്കര ബഹളങ്ങളാ. അവരുണ്ടാക്കുന്ന ബഹളമല്ല, വേറെ ആളുകൾ ഉണ്ടാക്കുന്ന ബഹളം. അവരായിട്ട് ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ ശാന്തമായി സുവിശേഷം പ്രസംഗിക്കുന്ന അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ എവിടെ ചെന്നാലും ഭയങ്കര മൂവ്മെന്റ് ആണ്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകും, എന്തെങ്കിലും അനക്കമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള കൃപ. കാരണം ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാൽ മാത്രമേ നേരെ ആകത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഇവരെക്കുറിച്ചുള്ള പ്രശ്നം എന്നാ? ഇത്രയും പ്രശ്നം അവരുണ്ടാക്കുന്നതിൻ്റെ കാരണം ഇവിടെ മനസ്സിലാകുന്നത് എന്താണെന്നറിയാം? യഹൂദന്മാര് മിനക്കെട്ട് കിടന്ന് കുറേ ദുഷ്ടന്മാരെ പിടിച്ചുകൊണ്ട്, ഈ മെനക്കെട്ട് കിടക്കുന്നവരെല്ലാം ഡേഞ്ചറസ് പാർട്ടികളാണ്. ഒരു ചർച്ചിൽ പണിയില്ലാതെ മെനക്കെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെയുള്ളവരെ കമ്മിറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു. കാരണം ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ ഒറ്റ ഉദ്ദേശം എന്നാണ്? എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ മെനക്കെട്ട് നിൽക്കുന്ന, എവിടെ മെനക്കെട്ട് നിൽക്കുന്ന പാർട്ടികളുണ്ടോ അവരെവിടെയെങ്കിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ, ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് ചെല്ലും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജോലി കാണത്തില്ല. അവർക്ക് ജോലി കാണും. ഈ ജോലി ഇല്ലാത്ത പുള്ളികളെ നമ്മൾ എവിടെയെങ്കിലും ചർച്ചിനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ ചർച്ചിനകത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്നാ? മെനക്കെട്ട് നിൽക്കുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സൂക്ഷിച്ച് വേണം ഈ മെനക്കെട്ട് നിൽക്കുന്നവരെ നമ്മൾ അടുപ്പിക്കേണ്ടത് എന്നുള്ളതിന് നല്ല തെളിവാണ്. അപ്പോൾ യഹൂദന്മാരാണ് അസൂയ പൂണ്ട്. അപ്പോൾ എവിടെ അസൂയുണ്ട്? കാരണം സുവിശേഷം പരക്കുന്നു, സുവിശേഷത്തെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ സുവിശേഷം പരക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു യഹൂദന്മാർ? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവർ, ഈ റിലീജിയസ് സിസ്റ്റം ഇസ് ദ ബിഗസ്റ്റ് ത്രെറ്റ് ടു ക്രിസ്ത്യാനിറ്റി. നമ്മളെപ്പോഴും ചിന്തിക്കും പുറത്തുനിന്ന് പ്രശ്നങ്ങൾ, അതൊന്നും അല്ല പ്രശ്നം. അകത്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നും ആളുകൾക്ക് അത് മനസ്സിലാകത്തില്ല. ദ സോ കോൾഡ് സിസ്റ്റം, ദ റിലീജിയസ് സിസ്റ്റം ഭയങ്കര ഡേഞ്ചറസ് ആണ് സുവിശേഷത്തിന് മുന്നോട്ട് പോകുവാൻ. അവിടെ കാണുന്ന ജെയ്സൺ എന്ന് പറയുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പൈതൽ തെസ്സലോനിക്കയിലുണ്ട്. അവനാണ് ആളുകളെ കൈക്കൊണ്ട് ഈ കർത്താവിനെ ആക്റ്റീവ്ലി മിനിസ്ട്രി ചെയ്യുന്നവർ മാത്രമല്ല, കർത്താവിൻ്റെ ശുശ്രൂഷകരെ പൂർണ്ണ ഹൃദയത്തോട് കൈക്കൊള്ളുന്നവനും പ്രശ്നമുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കിക്കോണം. എപ്പോഴും പ്രസംഗിച്ച് നടക്കുന്നവൻ മാത്രമല്ല, ഇവരെ കൈക്കൊള്ളുന്നവർക്കും പ്രശ്നമുണ്ട്. കാരണം ഈ കൂട്ടത്തിൽ പെടും. അപ്പോൾ അതും ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് വേദോസ്തത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം എന്നാ? ചിലരെ സംബന്ധിച്ചോളം അവരുടെ ജോലി എന്നാ? നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ കൈക്കൊള്ളുക, നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ഐഡൻറ്റിറ്റി ക്രിസ്തുവിൻ്റെ മക്കളോട് ചേർക്കുകയാണ്. അപ്പോൾ തന്നെ ചിലപ്പോൾ പ്രതിസന്ധികളും അസൂയ പൂണ്ട ആളുകൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് വളരെ ശക്തമായി തെസ്സലോനിക്കയിൽ പ്രസംഗിക്കുന്നു. തെസ്സലോനിക്കയിൽ പ്രസംഗിച്ച് അവിടെ എല്ലാം കലഹം ഉണ്ടാക്കി അവരെ എല്ലാം പുറത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെ സഹോദരന്മാരുടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞു. പുതിയൊരു സ്ഥലം. അപ്പോൾ തെസ്സലോനിക്കയിൽ നിന്ന് അവർ പോകുന്നത് ബെറിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. വീണ്ടും സെയിം മോഡൽ. അവർ ആദ്യം യെരുശലേമിലും പിന്നെ ശമരിയിലും. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അപ്പോൾ എല്ലാ കാറ്റഗറിയിലും അവിശ്വാസികളാണെങ്കിലും മറ്റുള്ളവരെക്കാട്ടിലും, ഒരുപക്ഷെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ലായിരിക്കാം, പക്ഷെങ്കിൽ ഈ അവിശ്വാസികളുടെ കാറ്റഗറിയിലും 2-3 കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ കാറ്റഗറി ബെറയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഇച്ചിരി ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചു. തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിച്ചു. അപ്പോൾ ഈ പുരുഷാരത്തെ ഇളക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചോളം രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നതിന് പ്രശ്നം ഉണ്ടാക്കാമെന്നുള്ള ഒറ്റ അജണ്ടയിലാണ് അവൻ രാവിലെ തൊട്ട് പ്രവർത്തിക്കുന്നത്. ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്ര തീരത്തേക്ക് പറഞ്ഞയച്ച് ശീലാസും തിമത്തിയോസും അവിടെ തന്നെ
പാർത്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് പീപ്പിളാണ്, ശ്രദ്ധിക്കണം. ബെരോവയിലെ വിശ്വാസികൾ, ദ ബെറിയൻ മോഡൽ. ഇവിടെ കാണുന്നത് തെസലോനിക്കയിൽ നിന്ന് പൗലോസ് നേരെ ബെരോവയിൽ വരുന്നു. ബെരോവയിലെ നല്ല നല്ല യഹൂദന്മാരാണ്. അവർ വിശ്വാസികളല്ല, പക്ഷെ നല്ല യഹൂദന്മാരാണ്. ഇവരെക്കുറിച്ച് നമ്മൾ കാണുന്ന 3 പ്രത്യേക മോഡലുണ്ട്. എന്താണ് കാണുന്നത്? പൗലോസാണ് ആ കാലത്തെ ഏറ്റവും വലിയ പ്രാസംഗികൻ, ക്രിസ്തു മത പ്രാസംഗികൻ പൗലോസാണ്. പ്രസംഗിക്കുന്ന എവിടുന്നാണ്? അവരുടെ ടെക്സ്റ്റിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. അവരുടെ ബൈബിളിൽ നിന്നാണ്, തോറയിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ആ ടെക്സ്റ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത്ര ആധികാരികമായി, കാരണം പരീശനാണെന്ന് ഓർത്തോണം, ഗമാലിയലിന്റെ പാതിപീഠത്തിൽ പഠിച്ചവനാണെന്ന് ഓർത്തോണം. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഏറ്റവും ക്രെഡൻഷ്യൽസ് ഉള്ള വ്യക്തിയാണ് പൗലോസ്. പൗലോസിന്റെ അപ്പുറം ഒരുവനില്ല. അപ്പോൾ അങ്ങനെ ഒരുവൻ പ്രസംഗിക്കുമ്പോൾ അവരാദ്യം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നതെന്നറിയോ? തിരുവെഴുത്ത് തുറന്നു നോക്കും. അപ്പോൾ രാവിലെ പൗലോസ് പ്രസംഗിച്ച് കേട്ടിട്ട് അവർ രാത്രി പോയിട്ട് നോക്കും, ഈ പുള്ളി പറഞ്ഞതെല്ലാം ഈ തിരുവെഴുത്തിനകത്ത് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ നോക്കും. ഇതാണ് എല്ലാ വിശ്വാസിയെ സംബന്ധിച്ചോളം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ആരെന്ത് പ്രസംഗിച്ചാലും എന്ത് ചെയ്യണം? ഒരു വിശ്വാസി തിരുവെഴുത്ത് തുറന്ന് അവനവനെ നോക്കിയിട്ട് പ്രസംഗിച്ച കാര്യവും ദൈവവചനവും തമ്മിൽ ഫുള്ളി മാച്ചിങ് ആണോ എന്ന്, പാതി മാച്ചിങ് ആണോ എന്നല്ല, 99% മാച്ചിങ് ആണോ എന്നല്ല, 100% മാച്ചിങ് ആണോ എന്ന് നോക്കേണ്ടത് വിശ്വാസിയുടെ കടമയാണ്. വിശ്വാസിയുടെ കടമ മാത്രമല്ല, അഥവാ അല്ലെങ്കിൽ തിരിച്ചു വന്ന് പഠിപ്പിക്കുന്നവനോട് പറയണം, ഈ പറഞ്ഞത് തിരുവെഴുത്ത് പ്രകാരമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു നല്ല മോഡൽ എന്താണ്? ഒന്ന്, the word of God is our sole basis of truth and error. ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനൊരു സാധനം കണ്ടു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവനെ ആദ്യം നോക്കണം, തിരുവെഴുത്തുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് ഇന്ന് നിങ്ങളോട് ഈ ദൂത് പറയണോ. ഏത് ദൂതാ? തിരുവെഴുത്തുമായിട്ട് എന്തെങ്കിലും ക്ലാഷ് ഉണ്ടോ എന്ന് നോക്കണം. തിരുവെഴുത്തുമായിട്ട് ക്ലാഷ് ഉള്ള ഒരു ദൂതും പരിശുദ്ധാത്മാവ് ആർക്കും കൊടുക്കത്തില്ല. അത് വേറെ ദുഷ്ടാത്മാവായിരിക്കും. തിരുവെഴുത്തുമായിട്ട് ക്ലാഷ് ചെയ്യുന്ന ഒരു കാര്യവും ഒരു മനുഷ്യനും ദൈവം ദൂത് കൊടുക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കിക്കോണം. അപ്പോൾ ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ആ സോൾ ബേസിസ് ഓഫ് ട്രൂത്ത് ആൻഡ് എറർ. 2, ദിനം പ്രതി ഈ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. ഒരു വിശ്വാസി, കർത്താവിൻ്റെ വചനത്തിൽ വേരൂന്നുന്ന വിശ്വാസികൾ, ഞാനുള്ള കാര്യം പറയാം, ഒരു ദുരുപദേശത്തിൻ്റെ ഒരു സൂചി കണ്ടാൽ അവനപ്പം മനസ്സിലാവും. കാരണം എന്നാ, അവൻ ദിനം പ്രതി ഈ ദൈവവചനം വായിക്കുക, അവന് കൺഫ്യൂഷൻ ഇല്ല. അതാണ് ഞാൻ ചിലപ്പോൾ ചിലരോട് പറയുവേ, ഞാൻ പഠിപ്പിച്ച ഈ ടീനേജേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 17ഉം 18ഉം ഞാൻ പഠിപ്പിച്ച ടീനേജേഴ്സ് ഉണ്ട്. അവരെ ചിലപ്പോൾ ഒരു 6 മാസം 8 മാസം ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചവരുണ്ട്. അവർക്ക് ഇന്ന് ഏറ്റവും വലിയ പ്രസംഗകരുടെ കൂട്ടത്തിൽ പ്രസംഗിക്കുന്നവരെക്കാട്ടും നല്ല തിയോളജി ഉണ്ട്, എനിക്ക് സംശയമൊന്നുമില്ല. അവിടുന്ന് ഒരു ചെറിയൊരു സാധനം തെറ്റ് വന്നാൽ അവർക്ക് ഒറ്റയടിക്ക് അവർക്ക് മനസ്സിലാവും. കാരണം ദിനം പ്രതി ദൈവവചനം പഠിക്കുന്നവരാ. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടല്ലോ. ഈയിടെ നമ്മുടെ ഒരു സ്നേഹിതൻ പുറത്ത് വെളിയിലൊരു ജോലിക്ക് പോയി. അപ്പോൾ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലുള്ള വളർന്ന പയ്യനാ, വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ വളർന്ന. അവൻ പറയാ, ഒരു പ്രാസംഗികൻ പുൾപിറ്റിൽ കയറി 5 മിനിറ്റ് കഴിയുമ്പോൾ അറിയാം ഇവൻ പറയുന്നത് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. അപ്പം അറിയാം, കറക്റ്റായിട്ട് അറിയാം. അത് നമ്മുടെ അകത്ത് കിടക്കുന്ന ആ വചനം ഉണ്ടല്ലോ, ഉടനെ ഒരു കോമ്പസ് പോലാണ്. ഒരു അപ്പോഴത്തേക്ക് റെഡ് ലൈറ്റ് കത്തുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഏത് പ്രാസംഗികനും ശരി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷം സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഉപദേശം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തീയ ഉപദേശവുമായിട്ട് നമ്മൾ ഏത് ഡിനോമിനേഷൻ ആയിക്കോട്ടെ, പ്രൊട്ടസ്റ്റൻ്റ് ആകട്ടെ, പെൻറ്റക്കോസ്റ്റൽ, കരിസ്മാറ്റിക്, ഏത് ഡിനോമിനേഷൻ ആയിക്കോട്ടെ, ദൈവവചനത്തിന് വിപരീതമായി ആര് പ്രസംഗിച്ചാലും, ഞാനാകട്ടെ വലിയ ഫേമസ് പ്രീച്ചേഴ്സ് ആകട്ടെ, യാതൊരു ഇടം പോലും കൊടുക്കരുത്. അതാണ് ബെറിയൻ മോഡൽ. പിന്നെന്താ, ഇത് ദൈവത്തിൻ്റെ വചനമാണെങ്കിലോ സ്വീകരിക്കാൻ ഒരു മനസ്സോടുണ്ടായിരിക്കണം. അല്ല,
ഞങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം സകലതും, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെ. നോ 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 നോ. ദൈവവചനമാണെങ്കിൽ 100% സ്വീകരിക്കാനൂടെ തയ്യാറാകണം. ഇതാണ് ബെറിയൻ മോഡൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഇങ്ങനെ വേണം എന്താണ്? ഒന്ന്, ദ സോൾ ബേസിസ് ഓഫ് ട്രൂത്ത് ആൻഡ് എറർ ഇസ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ അളവുകോൽ. ദൈവത്തിന്റെ വചനമല്ലാതെ വേറൊരു അളവുകോലില്ല. ഇനി ഏത് മനുഷ്യനായാലും ശരി, ഏത് കമ്മിറ്റി ആയാലും ശരി, ഏത് സംഘടനയായാലും ശരി, നമുക്ക് ദൈവവചനമാണ് അടിസ്ഥാനം. രണ്ട്, എല്ലാ ദിവസവും ദൈവവചനം പരിശോധിക്കുക. മൂന്ന്, ദൈവവചനം കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാൻ, അത് ഏറ്റെടുക്കാൻ ഉള്ളൊരു മനസ്സൂടെ ഉണ്ടാകും. പക്ഷെങ്കിൽ ഇവിടെ മനസ്സിലാക്കണം, എവിടെ സത്യം പ്രസംഗിച്ചാലും പ്രശ്നം ഉണ്ടാകാതിരിക്കത്തില്ല. എന്നാൽ പ്രസംഗിക്കുക. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ പൗലോസിന് അവരോട് പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, എന്നാൽ നീ എന്ന് പയ്യെ അങ്ങോട്ട് പോയിക്കാട്ടെ, ഇവിടെ നിന്ന് ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പൗലോസ് പോവുകയാണ്. പൗലോസ് ഇനിയും ആഥൻസിലേക്ക് പോവാണ്. ആഥൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്നത്? ശീലാസിനെയും തിമോത്തിയോസിനെയും ബെറോവയിൽ വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ താല്പര്യത്തോടെ നിൽക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന നല്ല കുറച്ച് വിശ്വാസികളുണ്ട്. അതിൽ ചിലർ കർത്താവിൻ്റെ സുവിശേഷം കണ്ടപ്പോൾ അതിനോട് പ്രതികരിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു. പൗലോസ് അപ്പോൾ എന്നാൽ ഞാനൊരു ഗ്ലോബൽ പ്രീച്ചർ അല്ലേ, ഞാൻ അങ്ങ് പോയി കളയാമെന്ന് പൗലോസ് പറയുന്നില്ല. ഇങ്ങനെയുള്ളവരെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ, ഡിസൈപ്പിൾഷിപ്പിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എന്ത് ചെയ്തു? ശീലാസിനെയും തിമോത്തിയോസിനെയും അവിടെ നിർത്തി. ഇതാണ് പ്രിയമുള്ളവരെ മോഡൽ. ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസൈപ്പിൾഷിപ്പ്. പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, സിസ്റ്റമാറ്റിക് ഡിസൈപ്പിൾഷിപ്പ്. ഇതാണ് നമ്മുടെ മോഡൽ. ഹിറ്റ് ആൻഡ് റൺ മിനിസ്ട്രി അല്ല നമ്മുടെ മിനിസ്ട്രി. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിച്ച് കഴിയുമ്പോൾ അവിടെ താല്പര്യം, ഞാൻ പറയത്തില്ല, എനിക്കൊന്ന് നിങ്ങളിത് കേട്ട് മടുത്ത് കാണും കേട്ടോ. എന്നാലും ഞാൻ പിന്നെയും പറയാം, ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് പ്രസംഗിക്കും. യൂത്ത് കോൺഫറൻസ്, അത് ഇവിടെ നമ്മുടെ ഇന്ത്യക്കകത്ത് പല സ്ഥലങ്ങളും, ഇന്ത്യയുടെ വെളിയിലും പോകുമ്പോൾ ഏറ്റവും വലിയ വിഷമം എന്നാണെന്നറിയാമോ പ്രിയമുള്ളത്? ഉള്ള കാര്യം ഞാൻ പറയാം. താല്പര്യത്തോട് സുവിശേഷത്തോട് പ്രതികരിക്കുന്ന ആ യൗവനക്കാരെ കാണുമ്പോൾ ഇവരെ ആരുടെ കയ്യിലാണ് ഒന്ന് ഏൽപ്പിക്കുന്നതെന്ന് അതില്ലാത്തത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് നോവും. കാരണം ഏൽപ്പിക്കാൻ ആളില്ല. വിശ്വസ്തരായ, ദൈവവചനം അറിയാവുന്നവരും ദൈവവചനത്തിൽ ഇവരെ ഉറപ്പിക്കാൻ കഴിവുള്ളവരുമായിട്ടുള്ള ആളുകളെ ഇല്ല. അപ്പം അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എവിടെ ചെന്നാലും ഇതാണ് ഗതി. എവിടെ ചെന്നാലും ഇവരെ ഒന്ന് ഏൽപ്പിക്കുന്ന എങ്ങനെ? ആരെയും ഏൽപ്പിക്കണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ പൗലോസ് കാണുന്നത്, പൗലോസിന്റെ ആ ഹൃദയം, ഹി വാസ് ഏബിൾ ടു ബിൽഡ് എ സൈലസ് ആൻഡ് എ ടിമോത്തി. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അടുത്ത ഒരു ലീഡേഴ്സിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ വാ, നീ എൻ്റെ ടീമാ. നോ. ബെറോവയിലെ വിശ്വാസികളെ നിങ്ങൾ ഉറപ്പിക്കുക. ഒരു 1, 2, 3 ആഴ്ച അവിടെ നിന്ന് അവരെ വചനത്തിൽ ഉറപ്പിച്ചിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, നമ്മുടെ മാപ്പ് പോകുന്ന പോക്ക് കണ്ടല്ലോ. ഇപ്പം നമ്മൾ എവിടാണ്? ഇപ്പം നമ്മൾ ഇവിടാണ്. തെസലോനിക്കയിൽ നിന്ന് നമ്മൾ ബെറോവയിൽ പോയി. ഈ ബെറോവയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ആഥൻസിലേക്ക്. എവിടാണ്? ഇൻ ആഥൻസ്. ഈ അഥീനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു സ്ഥലമാണ് ആഥൻസ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പാർത്തനോൺ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ, ഇത് അഥീന ദേവിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പാർത്തനോൺ. ആഥൻസ് എന്ന് പറയുന്ന പട്ടണം അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 1-2 സെഞ്ചുറീസിന് മുമ്പ്, ആ കാലത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സിറ്റിയാണ് ആഥൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനൊന്ന് വായിച്ചിട്ട്, ആ പാസേജ് വായിച്ചിട്ട് ഞാൻ അതിലേക്ക് കിടക്കാം, അതായിരിക്കും നല്ലത്. ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സസ് 15-21, 17-ാമത്തെ അധ്യായത്തിന് 15 മുതൽ 21. പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. അപ്പോൾ അഥേനയിലാണ് ഇപ്പോൾ, ആഥൻസിൽ. ശീലാസും തിമോത്തിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ, കേട്ടോ, അപ്പോൾ ശീലാസിനും തിമോത്തിയോസിനും വേണ്ടി കാത്തിരിക്കുമ്പോൾ പൗലോസ് കിടന്നുറങ്ങുകയല്ല, സീരിയൽ കാണുകയല്ല, പിന്നെന്താ ചെയ്യുന്നത്? ആ സമയം എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നോക്കുന്നത്. അഥേനയിൽ പൗലോസ് സൈറ്റ് സീയിങ്ങിന് പോകുന്നില്ല, അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. കേട്ടോ, ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിന് ചൂടുപിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്യൂരിയോരും
സ്റ്റോയിക്കരും, എപ്പിക്യൂറിയൻസ് ആൻഡ് സ്റ്റോയിക് കേട്ടോ, അവരാണ് രണ്ട് കൂട്ടർ ഓഫ് ഫിലോസഫേഴ്സ് ആയ തത്വജ്ഞാനികളിൽ ചിലർ അവരോട് വാദിച്ചു. ഈ വിടുവായൻ എന്ത് പറവാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് അവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോവക കുന്നിന്മേൽ കൊണ്ടുചെന്നു, നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്ന് അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അഥേനർ ഒക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളിലും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അഥേന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ഗ്രീക്ക് കൾച്ചർ, ആർട്ട് ആൻഡ് ഫിലോസഫിയുടെ കേന്ദ്രം അതാണ് ആഥൻസ് കേട്ടോ. വളരെ മെട്രോപൊളിറ്റൻ, വളരെ പ്രോസ്പറസ്, അഫ്ലുവൻ്റ് ആയിട്ടുള്ള സ്ഥലം. ഈ ആഥൻസ് ആണ് ഏറ്റവും വലിയ സിറ്റി ആ കാലത്ത്. അതായത് ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യേശുക്രിസ്തുവിൻ്റെ 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പട്ടണമാണ് ആഥൻസ്. പിന്നെ ആഥൻസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സോക്രസിൻ്റെ ശിഷ്യൻ പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടൽ എല്ലാം ഇവിടാണ് പഠിപ്പിച്ചത്. അപ്പോൾ മനസ്സിലായോ? തത്വജ്ഞാനികളുടെ കേന്ദ്രം, ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, ആ കാലത്തെ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റി അവിടാണ്. അതുപോലെ തന്നെ എപ്പിക്യൂറിയനിസവും സ്റ്റോയിസിസം എന്ന് പറയുന്ന 2 ഫൗണ്ടിങ് മെത്തേഡ്സും, അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളത് അതും, സ്റ്റോയിസിസം എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ട് ഇരിക്കാതിരിക്കുക, അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഫിലോസോഫിക്കൽ ആയിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ എല്ലാം കേന്ദ്ര സ്ഥാനമാണ് ആഥൻസ്, ആ കാലത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് യൂണിവേഴ്സിറ്റി. അപ്പം അറിവിൻ്റെ കേന്ദ്രം, കൾച്ചറിൻ്റെ കേന്ദ്രം, ആർട്ടിൻ്റെ കേന്ദ്രം, ഇങ്ങനെ ഇതിൻ്റെ കേന്ദ്രവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പൗലോസ് ചെല്ലുകയാണ്. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, പൗലോസിൻ്റെ സമയമായപ്പോഴത്തേക്ക് കൊരിന്താണ് ഈ ആഥൻസിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു ഏൻഷ്യൻ്റ് വേൾഡ് സെൻറ്ററായി മാറിയത് കേട്ടോ, പൗലോസിൻ്റെ കാലത്ത്. ഞാൻ പറയുന്നത് പൗലോസിൻ്റെ കാലത്തിന് മുമ്പ്. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് പൗലോസ് ഓടി നടന്നപ്പോൾ കാണുന്നത് തന്നെ 3000-ലധികം അമ്പലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാച്യൂസും ബിംബങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് പറയുന്നതെന്നറിയോ? പൗലോസിൻ്റെ മനസ്സിന് ചൂട് പിടിച്ചെന്നു. ഇത് കണ്ടപ്പോൾ പൗലോസിൻ്റെ മനസ്സിന് ചൂട് പിടിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാം ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം നമ്മൾ പലരും പട്ടണങ്ങളിലാണ്, വി ആർ ഇൻ സിറ്റീസ്. ചുറ്റും നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താ? വാട്ട് ഈസ് ആർ റിയാക്ഷൻ? ചുറ്റും കാണുന്ന അന്യാരാധനകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ചൂട് പിടിക്കുന്നുണ്ടോ? ചുറ്റും നടക്കുന്ന അധർമ്മം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ചൂട് പിടിക്കുന്നുണ്ടോ? ഈ മിഷൻസ് ഇന്ത്യ ആളുകളെല്ലാം ചോദിക്കും എങ്ങനെ തുടങ്ങിയത്? ഇത്രയും മിഷണറിമാർ ഈ നോർത്ത് ഇന്ത്യ പോയി തുടങ്ങി എങ്ങനെയാണെന്നറിയോ? എൻ്റെ പിതാവ് തൻ്റെ 37-38 വയസ്സിൽ ജോലി രാജിവെച്ച് നാട്ടിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് ഈ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ട്രെയിനിലൂടെ യാത്ര ചെയ്യും അനേകം. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചില കല്ലുകളുടെ മുമ്പിൽ ആളുകൾ കിടന്ന് ഉരുളുന്നതും സ്വന്തം കുഞ്ഞുങ്ങളെ പോയി ചില പുഴകൾക്കകത്ത് മുക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹൃദയം തകർന്നുപോയി. അല്ലാതെ പ്രത്യേകിച്ചൊരു വിളിയൊന്നും ഉണ്ടായിട്ടല്ല മിഷൻസ് ഇന്ത്യ എന്ന് പറയുന്ന മിഷണറി പ്രസ്ഥാനം ഉണ്ടായത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിന് ചൂട് പിടിച്ചതുകൊണ്ടാണ്. ഈ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിന് ചൂട് പിടിക്കുന്നുണ്ടോ? ചുറ്റുമുള്ള അധർമ്മം കാണുമ്പോൾ, വെൻ യു സീ ദ ഇമ്മൊറാലിറ്റി, ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ചൂട് പിടിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഹൃദയം ഒന്ന് തകരപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് തകരട്ടെ കർത്താവേ. എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ചുറ്റുമുള്ള അധർമ്മവും ചുറ്റുമുള്ള ഐഡോലട്രിയും ചുറ്റുമുള്ള ഈ ദൈവമില്ലായ്മ ഒക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം കൂടെ തകരപ്പെടുവാൻ കർത്താവേ എൻ്റെ ഹൃദയത്തെ ഒന്ന് സെൻസിറ്റൈസ് ചെയ്യണേ എന്ന് വേണം. അപ്പം കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ചുറ്റും ഒന്ന് നടന്നു നോക്കി. പൗലോസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പൗലോസിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. അവിടെ ചെന്ന് പ്രസംഗിച്ചു.
പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരുടെ പ്രത്യേകത, അവർ ഈ ഭയങ്കര തത്വജ്ഞാനികൾ, ഇതെന്തോ ഈ പുതിയ കാര്യം പറയുന്നത്. ചിലർക്ക് ഒരു താല്പര്യമുണ്ട്, ഈ പുതിയത് കേൾക്കാൻ ഭയങ്കര താല്പര്യം. അവർ ചിലപ്പം പള്ളിയിലൊക്കെ വരും, എന്തിനു വേണ്ടിയാണെന്നറിയോ? പുതിയതായിട്ട് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമെങ്കിൽ. അല്ലേ പറയും, ഓ ഇത് പഴയ സാധനങ്ങൾ തന്നെയാണ്, പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഇങ്ങനെയായിരുന്നു ഈ അഥേനയിലെ ആളുകൾ. അഥേനക്കാർ പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇഫ് വി ഡോണ്ട് വിൻ if we don't weep over people, we will never be able to win over them. If we don't weep over people, we will never be able to win over them. ആളുകളെ ചൊല്ലി നമുക്ക് കരയാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരെ ഒരിക്കലും കർത്താവിന് വേണ്ടി നമുക്ക് നേടുവാൻ സാധിക്കത്തില്ല. വി ഷുഡ് ബി ഏബിൾ ടു വീപ്പ് ഓവർ ദം. അതുകൊണ്ട് ഇങ്ങനെ ഹീനമായ കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുന്ന അവസ്ഥകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകരപ്പെടണം. ഇതാണ് പൗലോസിന് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ്, നമ്മുടെയൊക്കെ കോണ്ടെക്സ്റ്റ് ഇതുപോലെയാണ്. ഒരു പേഗൻ കൾച്ചർ, പ്ലൂറലിസ്റ്റിക് കൾച്ചർ, അനേക ദൈവങ്ങളുടെ ഒരു ബഹുദൈവങ്ങളുടെ ഒരു കൾച്ചറിൽ, അധർമ്മം നിറഞ്ഞിരിക്കുന്ന ഒരു കൾച്ചർ, വലിയ തത്വജ്ഞാനികൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൾച്ചർ, വലിയ ചിന്തകന്മാർ നിറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സ്, പഠിത്തം കൂടി അറിവ് കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം. യേശു കർത്താവ് തന്നെ പറഞ്ഞു, അന്ത്യകാലത്ത് അറിവ് കൂടുമെന്ന്, നോളജ് വിൽ ഇൻക്രീസ്. അതുകൊണ്ടല്ല ഇന്നത്തെ കാലത്ത് എല്ലാം അറിയാം. കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് അറിയാത്ത വല്ലതും ഉണ്ടോ? എല്ലാം അറിയാം. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്? നമുക്ക് നല്ല കുറച്ച് പ്രാക്ടിക്കൽ കാര്യം ഞാൻ അവസാനം പറയാം. പൗലോസ് എന്താ ചെയ്തതെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവസാനം പറഞ്ഞ് ഇന്നത്തെ സ്റ്റഡി നമുക്ക് നിർത്താം. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം നിങ്ങൾ അറിയാതെ പൂജിക്കുന്നു. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? തുടങ്ങുന്ന ഉടനെ ഈ എടാ ഒന്നിനും കൊള്ളാത്തവനെ എന്ന് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. അല്ലയോ മരമണ്ടന്മാരെ എന്ന് പറഞ്ഞല്ല തുടങ്ങുന്നത്, മൂഢന്മാരെ, ഇങ്ങനൊന്നുമല്ല തുടങ്ങുന്നത്. അവര് അന്ധതയിൽ നിൽക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അവരോട് പറയുന്നത് എന്നാണെന്നറിയോ? നിങ്ങൾ അതിഭക്തന്മാരാണെന്ന് ഞാൻ അറിയുന്നു. അതിഭക്തന്മാരാണെന്ന് ഞാൻ അറിയുന്നു. യു ആർ വെരി റിലീജിയസ് പീപ്പിൾ. ഗുഡ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പിന്നെ പറയുന്നത് എന്നാണെന്നറിയോ? അവിടെ തുടങ്ങുന്നു, ഞാൻ ഒരു കാര്യം വായിച്ചു, അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് ഒരു എഴുത്ത് ഞാൻ കണ്ടു, അവിടെ ഒരു വേദിക്കല്ല് ഞാൻ കണ്ടു. ആദ്യം കയറി കിട്ടിയ ഒരു കച്ചിത്തുരുമ്പേ കയറി പിടിച്ചു. എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്? അജ്ഞാത ദേവൻ. എന്നിട്ട് പൗലോസ് പറയാ, നിങ്ങൾ അറിയാത്തതിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം. അപ്പോൾ ഈ യഥാർത്ഥ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പുള്ളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻട്രി പോയിന്റ് അവരുടെ കയ്യിലുള്ള ഒരു ഐറ്റമാണ്. അവരുടെ കയ്യിലുള്ള ഒരു ഐറ്റമാണ്. ഒരു കാര്യവും അറിയാത്ത, അതായത് യഹൂദന്മാരോടല്ലോ ഇപ്പൊ പറയുന്നത്. യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ എന്നാണ്? തിരുവെഴുത്തുകളിൽ നിന്നാണ് പറഞ്ഞത്. അന്യജാതി എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാ? ലേവ്യ പുസ്തകം 3-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞുകൊണ്ടല്ല അവരുടെ അടുക്ക് തുടങ്ങിയത്. പിന്നെ എന്താ തുടങ്ങിയത്? നിങ്ങൾ അതിഭക്തന്മാരാന്ന് ഞാൻ അറിയുന്നു. പിന്നെ എവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്? നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു അജ്ഞാത ദൈവം എന്ന് പറഞ്ഞൊരു വേദിക്കൽ ഞാൻ കണ്ടു. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവരുടെ റെഫറൻസാ, നമ്മുടെ റെഫറൻസ് അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ റെഫറൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാം, പക്ഷെ തുടങ്ങേണ്ടത് അവരുടെ റെഫറൻസിലാണ്. അപ്പോൾ ക്രൈസ്തവ പാരമ്പര്യമില്ലാത്ത, വിശ്വാസ പാരമ്പര്യമില്ലാത്ത ഒരാളോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ തുടങ്ങേണ്ടത് അവരുടെ റെഫറൻസ് പോയിന്റ് വേണം നമ്മളൊന്ന് തുടങ്ങാൻ. എന്നിട്ട് വേണം നമ്മുടെ റെഫറൻസ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ. ഓക്കെ. പിന്നെ എന്താണ് പറഞ്ഞു തുടങ്ങുന്നത്? നല്ല രസകരമായി പറയുന്നൊരു കാര്യം, അവരുടെ തോട്ട് പ്രോസസ്സിൽ ഇങ്ങനെ പണിതാണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? 24 മുതൽ 29, 24 to 29 ആ ഫ്ലോ നമുക്ക് കാണാം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തു നിന്നും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങ് കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു.
അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. അപ്പോൾ എങ്ങനെയാണ് ഫ്ലോ? ഒന്ന്, പൗലോസ് പറയുന്നു അവൻ സൃഷ്ടിതാവാണ്, സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് അവരത് അംഗീകരിക്കുന്നു കേട്ടോ. സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആ കാലത്ത് അവരും സമ്മതിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ്. ഹി ഈസ് ദ ക്രിയേറ്റർ ഗോഡ്. ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ദൈവം ഈ കണ്ടതെല്ലാം ഉണ്ടായത് എവല്യൂഷനിലൂടെയാണ്. എന്നാൽ എവല്യൂഷൻ അല്ല. കാരണം ഇന്നത്തെ കാലത്ത് വെറുതെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇന്നത്തെ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് സകലവും ഒരു എൻട്രോപ്പിയിലേക്കാണ് പോകുന്നത്. അതായത് എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസിങ് ഡിസോർഡർ. അത് എല്ലാ ശാസ്ത്രജ്ഞന്മാരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എവല്യൂഷൻ ഇസ് നോട്ട് ഒബ്സർവബിൾ, ഇറ്റ് ഈസ് നോട്ട് റിപ്പീറ്റബിൾ ഓർ ഇറ്റ് ഈസ് നോട്ട് ടെസ്റ്റബിൾ. അതുകൊണ്ട് എവല്യൂഷൻ ഒരിക്കലും സംഭവിക്കത്തില്ല എന്നുള്ളത് പൗലോസ് വ്യക്തമായി അവിടെ സ്ഥാപിക്കുകയാണ്. പക്ഷെങ്കിൽ അതിനെക്കാരും അങ്ങനെ ഒരു കോസിൽ അവർ വിശ്വസിച്ചിരുന്നു. ഇൻ ദ ബിഗിനിങ് ദൈവം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടാണ് തുടങ്ങുന്നത്. രണ്ടാമത് എന്നാ പറയുന്നത്? അവൻ സകലത്തിന് നാഥനാണ്. ഹീ ഈസ് ദ റൂളർ. സകലത്തിന് നാഥനാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയ ഒരു ആലയങ്ങളിൽ അവൻ താമസിക്കുന്നില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നു. മൂന്നാമത് എന്താ പറയുന്നത്? സകലതും അവൻ്റെ എന്താ പറയുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. പിന്നെ പറയുന്നു മൂന്നാമത്, ദൈവത്തിന് ആരുടെ ആവശ്യമില്ല, എന്നെ ആവശ്യമില്ല, നിങ്ങളെ ആവശ്യമില്ല, നിങ്ങൾ കൊടുക്കുന്ന കാശോ പണത്തിനോ ഒന്നും ആവശ്യമില്ല. നാലെന്താ പറയുന്നത്? അവൻ സകലവും നിയന്ത്രിക്കുന്നു കേട്ടോ. സകലവും അവനാണ് നിയന്ത്രിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഹീസ് ദ റിവീലർ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞു വരുന്നത് ഇവിടെ പറയുന്നുണ്ടല്ലോ, അവനിലാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഒരു ക്രീറ്റൻ പോയറ്റ് എപ്പിമെനിഡസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു പോയമാണ് പുള്ളി കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ പുള്ളി എവിടുന്നാണ് തുടങ്ങിയെന്ന്? ആദ്യം തുടങ്ങിയത് താൻ കണ്ട ബിംബങ്ങൾ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ അതിഭക്തന്മാരാണെന്ന് പറയുന്നു. അതിനുശേഷം എന്താണ് പറയുന്നത്? പിന്നെ പറയുന്നു ഞാൻ കണ്ടു അജ്ഞാത ദൈവത്തിന് ഒരു വേദിക്കല്ല് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെന്താണ്? അവരുടെ ഒരു കവി എഴുതിയ ഒരു കാര്യത്തിൽ നിന്ന്, അവരുടെ പോയട്രിയിൽ നിന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടോ പടിപടിയായിട്ട് എവിടാണ് പൗലോസ് തുടങ്ങുന്നത്? പൗലോസ് തുടങ്ങുന്നത് അവരുടെ കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. എന്നിട്ട് പറയാണ് ഇങ്ങനൊരു ദൈവത്തിന് നിങ്ങൾ എന്തെങ്കിലും പൊന്നു വെള്ളി കല്ലുകൊണ്ടൊരു സാദൃശ്യം ഉണ്ടാക്കിയാൽ എന്തൊരു വലിയ മണ്ടത്തരമാണ്. നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, നിങ്ങൾ വലിയ തത്വജ്ഞാനികളാണ്, നിങ്ങൾ ഭയങ്കര ഇതാണ് അതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പിന്നെ ഈ ദൈവത്തെ നിങ്ങൾ ഈ കല്ലുകൊണ്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത്? നല്ലൊരു വാദമല്ലേ? അപ്പോൾ അതവർ അംഗീകരിക്കേ മതിയാകത്തുള്ളൂ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന എവിടാന്നറിയാമോ? യേശു ക്രിസ്തുവിലും മാനസാന്തരത്തിലും. സ്ട്രെയിറ്റ്. എന്നാൽ ഇത് നല്ല തത്വങ്ങളൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് സുഖിപ്പിച്ച് അങ്ങോട്ട് നിർത്തി, അങ്ങനാണെങ്കിൽ നല്ല പ്രസംഗമായിരുന്നു ഓക്കെ എന്ന് പറഞ്ഞു വിടുകയല്ല. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാതെ പൗലോസ് പോകത്തില്ല. ഈ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം. ചിലരാണെങ്കിൽ നേരെ വന്ന് ബൈബിൾ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ക്രിസ്തീയ പാരമ്പര്യം ഇല്ലാത്തവരോട്. ക്രിസ്തീയ പാരമ്പര്യമുള്ളവരോട് നമുക്ക് നേരെ ബൈബിളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ച് അങ്ങ് വിടും. ചിലരാണെങ്കിൽ പള്ളി വന്നിട്ട് ഭഗവത്ഗീതയ്ക്ക് അതിങ്ങനെ എഴുതിയിരിക്കുന്നു പറഞ്ഞങ്ങ് തുടങ്ങും. പിന്നെ ക്രിസ്തുവിനെ പ്രസംഗിക്കത്തില്ല. രണ്ട് ഇതാണ്, ധ്രുവമാണ്. ഏതാ? ഒന്നുകിൽ നമ്മൾ എന്താ പറയണ്ടേ എല്ലാം പറഞ്ഞ് അവസാനം പിന്നെ മേലാൽ ഇവൻ നമ്മളെ വിളിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും അവനെ പറഞ്ഞ് അവനെ പേടിപ്പിക്കും. അല്ലെങ്കിൽ വന്ന് അവരുടെ കാര്യങ്ങൾ മുഴുവൻ പറയും, യേശു ക്രിസ്തുവിനോട്ട് പ്രസംഗിക്കത്തുമില്ല.
എന്നാൽ പൗലോസിനെ നോക്കി എങ്ങനെയാ പറയുന്നത്, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അവരുടെ കോണ്ടക്സ്റ്റ് എന്ന് പറയാം, നിങ്ങൾ അതിഭക്തന്മാരാണെന്ന് എനിക്കറിയാം, യു ആർ ഗുഡ് പീപ്പിൾ, നിങ്ങൾ നല്ല മനുഷ്യരാണ്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ശരി, ഗുഡ്. പിന്നെന്താ, നിങ്ങൾക്ക് ഭയങ്കര ജ്ഞാനമുണ്ട്. ഈ എന്താ പറയേണ്ടത്, അൺനോൺ ദൈവത, അജ്ഞാത ദൈവം എന്ന് പറയുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞു തരാം ആരാ ഈ ദൈവമെന്ന്. എന്നിട്ട് പറയുന്നു ഈ ദൈവം എന്ന് പറയുന്നത് ആരാണ്, ഹീസ് ദ ക്രിയേറ്റർ, ഹീസ് ദ സസ്റ്റൈനർ, ഹീസ് ദ റിവീലർ, എല്ലാം പറഞ്ഞു ആരാണെന്നറിയാവോ, ഞാൻ പറഞ്ഞു തരാം ഇതാരാണ്. എന്നിട്ട് പറഞ്ഞു യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. എന്നിട്ട് 30 തൊട്ട് 34 വരെ, എന്നാൽ അറിയായ്മ കൊണ്ട് കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. മനുഷ്യരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു, മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി. ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപസ്ഥാനിയായ ദിയോന്യോസ്യോസും ദമരീസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചത്, അവസാനം എന്ന് പറയാണ്, ദൈവം ഒരു പുരുഷനെ ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ അജ്ഞാത ദൈവം ഞാൻ പറഞ്ഞുതരാം ആരാന്ന്. ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, പക്ഷെ ദൈവം നമുക്ക് കാണത്തക്ക വിധത്തിൽ ഒരു മനുഷ്യനെ അയച്ചു. അവൻ്റെ പേര് യേശു. അവനെ മരിച്ചവരുടെ ഇരയിൽ നിന്ന് അവനെ പുനരുദ്ധാനം ചെയ്തു. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവനെല്ലാം പുനരുദ്ധാനമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവനെല്ലാം ജീവനുണ്ട്. എന്നാൽ ഈ പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മാനസാന്തരം പ്രസംഗിക്കുന്നു, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് തന്നെ 3 പ്രതികരണങ്ങളാണ്. ഒന്ന്, ആളുകൾ അവനെ പരിഹസിക്കുന്നു, അത് ഒരു കൂട്ടർ. 2, എന്താണ്, നീ ഇനിയും പറയുന്നത് ഞങ്ങൾ ഒന്നുകൂടെ കേൾക്കട്ടെ. അപ്പം ആദ്യത്തെ ഫേസിൽ തന്നെ അവർ വിശ്വസിക്കുന്നില്ല, പക്ഷെ നീ പറയുന്നതിൽ എന്തൊക്കെ കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണം, ഒന്നുകൂടെ വാ. 3ാമത്തെ കൂട്ടുകാർ, കുറച്ച് ചിലർ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചു. അതിൽ ഒരാളാണ് ദിയോനോസ്യോസ് എന്ന് പറയുന്നത്, അതായത് ഈ അരിയോപക കോട്ടിലെ ഒരു പ്രധാന മനുഷ്യനാണ്, അദ്ദേഹം വിശ്വസിച്ചു. 2, ദമരീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും വിശ്വസിച്ചു. അപ്പോൾ സംഭവിക്കുന്ന എവിടെ, അപ്പം നിങ്ങൾ ആ ഫ്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ അത് പറഞ്ഞ് നിർത്താം. അതുകൊണ്ട് എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ, വാട്ട് ആർ ദ ലെസൺസ്, ഹൗ ഡു വി ടേക്ക് ദ ഗോസ്പിൾ ടു ദ മാർക്കറ്റ് പ്ലേസ്? ഒന്നാമത്തെ ലെസൺ, വി നീഡ് ടു ബിൽഡ് കോൺവെർസേഷൻസ് വിത്ത് പീപ്പിൾ. ആളുകളുമായി നമ്മൾ ഡയലോഗിൽ ഏർപ്പെടണം. നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ, ഇവർ നമ്മുടെ വിശ്വാസത്തിലുള്ളവരല്ല, അപ്പോഴേ ആത്മീയമായ കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട, ജോലിക്കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നോ, നമ്മൾ കോൺവെർസേഷൻസിൽ ഇൻവോൾവ് ആകണം. പലരും ദൈവവചനം അവർ സഭകളിൽ വന്ന് കേൾക്കുന്നുവെങ്കിലും അവർക്ക് പുറത്തു പോയി ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഇല്ലാത്തത് കൊണ്ട് സുവിശേഷം പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ലെസൺ, യു ഹാവ് ടു എൻഗേജ്. നമ്മളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. പൗലോസ് ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം ചൂട് പിടിച്ചപ്പോൾ അദ്ദേഹമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്, ആളുകളോട് പറയണം. 2, ഫൈൻഡ് എൻ എൻട്രി പോയിന്റ് ടു സ്റ്റാർട്ട് എ സ്പിരിച്വൽ കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ചോദിക്കുക, എങ്ങനെയുണ്ട് ഫാമിലി, എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് വയ്യായിരുന്നല്ലോ, എങ്ങനെയുണ്ട്, ഇപ്പോൾ സുഖമുണ്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു എൻട്രി പോയിന്റ് കിട്ടും. അതെങ്ങനെയാണെന്നറിയോ, ചിലർ പറയും, ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം അല്ലേ, കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തോ നമ്മുടെ അവസാനം എന്നൊരു ചോദ്യമായിരിക്കും അവൻ ചോദിക്കുന്നത്. അതേ കയറി പിടിച്ചോണം. അത്രയും മാത്രമല്ല സഹോദര, ജീവിതത്തിന് അർത്ഥമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ചിലർ പറയുക, എല്ലാം ചെയ്തിട്ടും ജീവിതത്തിനൊരു ഉദ്ദേശമില്ല, ദർ ഇസ് നോ പേർപ്പസ്, കയറി പിടിച്ചോണം. അപ്പോൾ എവിടാണ് നമ്മുടെ എൻട്രി പോയിന്റ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അവരുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് വേണം നമ്മുടെ എൻട്രി പോയിന്റ് തുടങ്ങാൻ. അതാണ് 2ാമത്തെ മെത്തേഡ്. 3, എന്ത് വന്നാലും യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കണം. അത് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അല്ലായിരിക്കാം, ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം ആയിരിക്കാം, ചിലപ്പോൾ 3ാമത്തെ പ്രാവശ്യം ആയിരിക്കും. പക്ഷേ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാതെ കുറേ ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ജീവനും പുനരുദ്ധാനവും കർത്താവിൻ്റെ പക്കലുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചേ നമുക്ക് മതിയാവും. 4, ഇതിൻ്റെ എല്ലാ ഔട്ട്കം, ഇതിൻ്റെ എല്ലാ റിസൾട്ട്
കർത്താവിന് വിട്ടുകൊടുക്കണം. ആര് കർത്താവിലേക്ക് വരും എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ചിലർ നമ്മളെ പരിഹസിക്കും, ചിലർ പറയും ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ, എന്നാൽ ചിലർ വിശ്വസിക്കും. ദ റിസൾട്ട്സ് ബിലോങ് ടു ഗോഡ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, നമ്മുടെ ജോലി പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ ജോലിയാണ് ലുദിയയുടെ ഹൃദയം തുറക്കുക. അത് എൻ്റെ ജോലിയല്ല. റിസൾട്ട് എൻ്റെ കയ്യിലുള്ളതല്ല, അത് ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. എനിക്ക് സുവിശേഷം പറയാൻ എന്താ ബുദ്ധിമുട്ട്? കാരണം ദൈവമല്ലേ ആളുകളുടെ ഹൃദയം തുറക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഒരു മനുഷ്യൻ്റെ ഹൃദയം തുറക്കുന്നില്ല. പിന്നെ ഞാൻ എന്തിനു വേണ്ടി മടിക്കണം? ഞാൻ എന്ത് ചെയ്യണം? ഐ ഷുഡ് പ്രീച്ച്, ലീവ് ദ റിസൾട്ട്സ് ടു ഗോഡ്. അപ്പോൾ ഈ 4 ലെസൺ നല്ല ലെസണുകളാണ്. യാതൊരു പാരമ്പര്യമോ ക്രിസ്തീയ എക്സ്പോഷർ ഇല്ലാത്തവരോട് എങ്ങനെ നമ്മൾ സുവിശേഷം പറയണം? ഒന്ന്, ഫസ്റ്റ് ബിൽഡ് കോൺവെർസേഷൻസ്. അവനെ കാണുമ്പോൾ അവനെ മുഖത്ത് പോലും നോക്കാത്ത ഒരുത്തനോട് പിന്നെ എങ്ങനെ സുവിശേഷം പറയുന്നത്? അവനെ കാണുമ്പോൾ ഒരു ഹലോ പോലും പറയത്തില്ല, അവൻ്റെ കൂടെ ഒരു കപ്പ് ചായ കുടിക്കത്തില്ല, അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കത്തില്ല, പിന്നെ എങ്ങനെ അവനോട് സുവിശേഷം പറയും? പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ നേരെ ചെന്ന് അവനോട് പറയും, നീ കർത്താവായ യേശു ക്രിസ്തു. അവൻ ഓർക്ക് നീ എന്തുവാ? ഞാൻ ചിലപ്പോൾ ഒക്കെ ചിന്തിക്കും, നമ്മുടെ ചുറ്റുമുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമോ? അവർക്കൊരാവശ്യം വന്ന് അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ സഹായത്തിന് വരുന്നവർ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവർ, അവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമോ? എങ്ങനെയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ ബോസ്, നമ്മുടെ കൊളി, നമ്മൾ ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഭയങ്കര ആത്മീയരാണ്. ഞായറാഴ്ച പോയി എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് നമ്മൾ. ഇവരോട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ, ഹൗ ഡു യു ബിൽഡ് എ കോൺവെർസേഷൻ? യു ഹാവ് ടു ബിൽഡ് റിയൽ റിലേഷൻഷിപ്സ്. അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു എൻട്രി പോയിന്റിന് വേണ്ടി കാത്തിരിക്കണം. ആത്മീയമായ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു എൻട്രി പോയിന്റ് തുടങ്ങണം. എവിടെയെങ്കിലും കിട്ടും. പിന്നെ പാപത്തിലേക്ക് കൊണ്ടുവരണം. എന്താണ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ പേഴ്സൂട്ട് അല്ലെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാന്നുള്ളതാണ്. അവനത് ശരിക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് വേറെ പലതിൻ്റെയും പുറകിൽ പോകുന്നത്. പണത്തിൻ്റെ പുറകിൽ പോകുന്നുണ്ട്, പ്ലഷറിൻ്റെ പുറകിൽ പോകുന്നവരുണ്ട്, പല കാര്യത്തിൻ്റെ പുറകിൽ പോകുന്നതിൻ്റെ കാരണം ഉള്ളിൽ ദൈവം ഉണ്ടാക്കിയ ഒരു വാക്വം ഫില്ലാകാത്തത് കൊണ്ടല്ലേ, ബ്ലേസ് പാസ്കലിൻ്റെ ഭാഷയെ പറഞ്ഞാൽ. അപ്പോൾ ആ എൻട്രി പോയിന്റ് തുടങ്ങുക. എന്നിട്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക, മാനസാന്തരം പ്രസംഗിക്കുക. ഇന്ന് അത് കേൾക്കത്തേ ഇല്ല. മാനസാന്തരം എല്ലാം യേശു നിന്നോട് കൂടെ, അത് മാത്രമേ ഉള്ളൂ. മാനസാന്തരമില്ല. മാനസാന്തരം ഇല്ലാത്തതുകൊണ്ട് യഥാർത്ഥ വിശ്വാസമില്ല. 4, ലീവ് ദ റിസൾട്ട്സ് ടു ഗോഡ്. ഇവരെ പ്രസംഗിക്കുന്നവരെല്ലാം വിശ്വസിക്കണമെന്നില്ല, പ്രസംഗം കേട്ടവനെല്ലാം വിശ്വസിക്കണമെന്നില്ല. ചില യൂത്ത് ക്യാമ്പിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചിന്തിക്കും, എടാ ഈ പിള്ളേരെല്ലാവരും, പക്ഷെ ഒരുത്തനായിരിക്കും രക്ഷിക്കപ്പെടുന്നത്. കുഴപ്പമില്ല. ഒരുത്തൻ ചിലപ്പോൾ ഇത് കേട്ടിട്ട് ചിലപ്പോൾ 4 വർഷം കഴിയുമ്പോഴായിരിക്കും രക്ഷിക്കപ്പെടുന്നത്. റിസൾട്ട്സ് ബിലോങ് ടു ഗോഡ്. എൻ്റെ കയ്യിലല്ല. എൻ്റെ ജോലി എന്തായിരുന്നു? ടു ബിൽഡ് കോൺവെർസേഷൻസ്, ടു ഫൈൻഡ് എൻ എൻട്രി പോയിന്റ് ആൻഡ് ടു പ്രീച്ച് ജീസസ്. ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ ജോലി. അതുകൊണ്ട് ഞാനത് ചെയ്യണം. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ഈ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് ഇതിൻ്റെയൊക്കെ തുടക്കം എവിടാന്നറിയോ? ഇതിൻ്റെ എല്ലാം തുടക്കം ഈ കാര്യം കാണുന്ന ബിംബങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ ഹൃദയം തകർന്നു. പൗലോസിൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അവിടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ ഹൃദയത്തിൽ ചൂടില്ലാത്തവന് ഒരു സുവിശേഷ വേലയും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ? കർത്താവേ, നിന്റെ ഹൃദയത്തെ തകർക്കുന്ന സകലതും എൻ്റെ ഹൃദയത്തെ തകർക്കണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് വായിക്കട്ടെ. നമുക്കെല്ലാവർക്കും മുമ്പോട്ട് കൊണ്ടാവുന്ന ഒരു നല്ല പ്രാർത്ഥന ഞാൻ വായിക്കാം. ലോർഡ്, ഗിവ് മീ ഐസ് ടു സീ ദ ലോസ്റ്റ്, a heart that loves the lost, a will to win the lost, a mouth to tell the lost about Jesus. വളരെ സിമ്പിൾ പ്രാർത്ഥനയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്നോടുകൂടെ ഏറ്റു പറയണം. 1, Lord, give me eyes to see the lost, a heart that loves the lost, a will to win the lost, a mouth to tell the lost about Jesus. കർത്താവെ, നഷ്ടപ്പെട്ടു പോകുന്നവരെ കാണാനുള്ള കണ്ണുകൾ, നഷ്ടപ്പെട്ടു പോകുന്നവരെ സ്നേഹിക്കാൻ ഒരു ഹൃദയം, നഷ്ടപ്പെട്ടു പോകുന്നവരോട് കർത്താവെ അവരെ നേടുവാനുള്ള ഹൃദയത്തിനൊരു ആഗ്രഹം, നഷ്ടപ്പെട്ടു പോകുന്നവരോട് യേശു കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഒരു നാവും എനിക്ക് തരണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന.
എല്ലാ ശനിയാഴ്ചയും ഇവിടെ ബൈബിൾ സ്റ്റഡിക്ക് എല്ലാവരും എൻ്റെ ബൈബിൾ സ്റ്റഡിയിലെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡി കുടുംബത്തോട് ഞാൻ പറയാണ്, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്: നഷ്ടപ്പെട്ടു പോകുന്ന അനേകരോട് കർത്താവിൻ്റെ സുവിശേഷം പറയാൻ. അതിന് നമ്മുടെ ഹൃദയം ഒന്ന് തകരണം. ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് ഒടിയണം. കർത്താവെ, ചില പട്ടണങ്ങളിലൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കർത്താവെ, എത്രത്തോളം ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ സിമ്പിളായിട്ടുള്ള പൗലോസിൻ്റെ മാതൃകയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുറച്ച് സമയം ബ്രേക്ക് കിട്ടിയപ്പോൾ അഥേനിയയിലെ ബിംബങ്ങളെ കണ്ട് ഹൃദയം തകർന്ന ദൈവഭക്തൻ, കർത്താവെ, അതുപോലെ ഞങ്ങളുടെ ഹൃദയം തകരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ചുറ്റും നടക്കുന്ന അധർമ്മം, ചുറ്റും നടക്കുന്ന വിഗ്രഹാരാധന, അന്യാരാധനകൾ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം, കർത്താവെ, തകരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളത് കാണുമ്പോൾ അത് കാണുവാനുള്ള കണ്ണുകൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. നഷ്ടപ്പെട്ടു പോകുന്നവരെ, കർത്താവെ, നിങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളിങ്ങനെ കൂടി വരുമ്പോൾ കർത്താവ് സുവിശേഷം പല സ്ഥലങ്ങളിൽ പരക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളിലൂടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സ്നേഹിതരുടെ ഇടയിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇടയിൽ, ഞങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ അവർ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവരെന്തൊക്കെയോ അവരുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട് കിടക്കുന്നത്, അത് ദൈവത്തിന് മാത്രമേ സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു. ആ സുവിശേഷവുമായി നീ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.